അവരാ എഴുതിയിരിക്കുന്നത് കർത്താവ് എൻ്റെ ഇടയനാണ്. എന്താ കാര്യം? എനിക്കൊന്നിനും കുറവില്ല. അപ്പം എനിക്ക് കുറേ കുറവ് കണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ വീട്ടിൽ നിർത്തിയിട്ടില്ല. സാമുവേല് ഒരിക്കൽ സാവോട് ചോദിക്കുവേ, നിനക്ക് വല്ല യുദ്ധം ചെയ്ത് വല്ല പരിചയം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കതിൽ കുറവാണ്, എൻ്റെ അപ്പൻ എന്നെ യുദ്ധമൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം നിനക്ക് പിന്നെ ഈ ഫിലിസ്തീനെ എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്യണത്? അത് ഞാൻ കരടിയും സിംഹത്തിനൊക്കെ ആടിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ അതിനെ കാലെ പിടിച്ച് നിലത്തിട്ടടിച്ചിട്ടുണ്ട്. മാതാവി, സാവൂളെ എഴുന്നേക്കൂടിന്. കാര്യം സാവൂടൊരു പൂച്ചയെ പോലും കൊന്നിട്ടില്ല. അപ്പോഴാണ് ഒരുത്തം വന്ന് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ സിംഹത്തെ കൊന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് മനുഷ്യന്മാരുടെ മുമ്പിൽ എല്ലാ കുറവുള്ള ആളാണ്, യുദ്ധം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഗോലിയാത്തിനെ കാണുമ്പോഴെന്താ പറയണത്? നീ നിൻ്റെ വാളിലും കുന്തത്തിലുമൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ ദാവീദിൻ്റെ കല്ലറയിൽ പോയി എന്ന് കണ്ണീരോടെ ഒരു ജപമാല മൊത്തം ചൊല്ലിയതാണ്. അതിൻ്റെ പേരിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം എന്നെ അറിയാതെ പോയി കളഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പഴയ ജെറുസലേം മുഴുവനും 3 മണിക്കൂർ ഞാനും വിജയകുമാരൻ കൂടി അലഞ്ഞു നടന്നാണ് നട്ടപ്രാന്തം വെയിലത്ത്. അത്രയും മനസ്സുരുകി പ്രാർത്ഥിച്ചാണ്. കാര്യം ദാവീദ് ആരാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്ന് ഈശോയോട് ചോദിക്കുമായിരുന്നു, ഈശോ ദാവീദ് കുറേ കുഴപ്പങ്ങളൊക്കെ കാണിച്ച ആളല്ലേ, പിന്നെ നീ എന്തിനാ എപ്പോഴും അവനെക്കുറിച്ച് പറയണമെന്ന്? അവനെക്കുറിച്ച് പറയാൻ കാര്യം അവൻ ദൈവം എന്ന് മാത്രമേ അവൻ്റെ ജീവിതത്തിലുള്ളൂ. ദൈവം ആരാണെന്ന് അവനെ അറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ കൈപ്പിശക് സ്വന്തം ശരീരത്തിൻ്റെ പരവശ്യങ്ങൾ കൊണ്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിലും ദൈവം അവനെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അവനെ എഴുതി വച്ചിരിക്കുന്ന സാധനമാണ്, എൻ്റെ അപ്പൻ എന്നെ തിരക്കിയിട്ടില്ല, യുദ്ധം പഠിപ്പിച്ചിട്ടില്ല, എന്നെ ആ മക്കളിൽ ഒരു നല്ല ആളായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കാടിനെയും പശുവിനെയും മേയ്ക്കാൻ വിട്ടതാണ്. എനിക്കെല്ലാ കുറവുമുണ്ട്. പക്ഷെ കർത്താവ് എൻ്റെ ഇടയനായത് കാരണം ഈ കുറവൊന്നും ഞാൻ അംഗീകരിക്കത്തില്ലെന്ന്. അതാണ് പ്രശ്നം. എനിക്കൊന്നും മുട്ടുണ്ടാവില്ലെന്നില്ലേ, എനിക്ക് കുറവൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? എല്ലാ കുറവിനെയും നികർത്തുന്നവനാണ് എൻ്റെ കർത്താവ്. കർത്താവാണ് എൻ്റെ ഇടയനെന്ന് പറയും. ഇതാണ് ദൈവപൈതലെ ഇല്ലായ്മക്കാരൻ്റെ ഒരു വിശ്വാസമെന്ന് പറയുന്നത്. അവന് വിശ്വാസം, അവന് സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, അവന് സ്കില്ലില്ല, അവന് പെർഫോമൻസ് ഇല്ല, അവന് കപ്പാസിറ്റി ഇല്ല, അവന് പ്രൊഫഷൻസി ഇല്ല, അവന് പ്രൊഫൗണ്ടല്ല, അവന് ഒരു പ്രൊഫഷണലിസം ഇല്ല, ഒരു കോപ്പും ഇല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ നാട്ടുകാരുടെ നാട്ടുഭാഷയെ പറഞ്ഞ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് ക്ഷമിക്കുക. പക്ഷെ ഞാൻ ആ കാര്യത്തിൻ്റെ ഈ വിഷമം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുന്നൊരു വിഷയത്തിൽ ദാവീദ് പക്ഷെ അത് അംഗീകരിക്കണില്ല. അവന് കർത്താവുള്ളപ്പോൾ എല്ലാം ഉണ്ടെന്നാണ് പറയണത്. ഇതാണ് നിലപാടെന്ന് പറയണത്. നിൻ്റെ വീട്ടിലെ ഓരോരോ ഇല്ലായ്മക്കാർ, അവർ തന്നില്ല, ഇവർ തന്നില്ല, അവരങ്ങനെ അന്ന് എന്നെ കയറ്റി വിട്ടിട്ട് ഞാൻ ഇന്ന് എവിടെ ഇരുന്നേനോ, അന്ന് അയാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര കല്യാണക്കാര്യം വന്നാണ്, വീട്ടുകാർ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ, അയാളെയാണ് ഞാൻ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എന്ത് മെച്ചം ഉണ്ടായേനെ. ഇപ്പം ഞാൻ നിങ്ങളൊരു കണ്ടാമൃഗത്തിൽ കാണിച്ചു തന്ന് അതിൻ്റെ പുറകെ ഇപ്പോൾ കെട്ടിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വാക്കപ്പെട്ട് പോണത്. ഇങ്ങനെ കഴിഞ്ഞകാല സംഭവം, വരാൻ പോണ സംഭവം ഓർത്തുകൊണ്ട് നിരാശയും വേദനയും ഭാരവും ദൈവത്തിന് മറന്നുള്ള സംസാരവും ദൈവത്തിലെ ഈ ഉടമ്പടിയോടുകൂടി എല്ലാം നീ അവസാനിപ്പിക്കണം. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്കെല്ലാം നേടാൻ വേണ്ടി ദൈവം നിനക്ക് ഒരവസരം തന്നിരിക്കുകയാണ്. ഇനി ദൈവം മാത്രമെന്നും പറഞ്ഞ് ജീവിക്കാൻ നിനക്കൊരു കൃപ കൂടി കിട്ടട്ടെ. സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വലിയ പ്രബോധനത്തിലൂടെ കർത്താവേ ഉടമ്പടി ധ്യാനത്തിന്റെ നന്ദി പറയുന്നു. കർത്താവേ കേട്ട വചനങ്ങള് ഹൃദയത്തില് സ്വീകരിച്ചുകൊണ്ട് കർത്താവേ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മാത്രമാണ് ഞങ്ങളുടെ കൂടെ ബോധ്യത്തിൽ ജീവിക്കാൻ ഈശോയെ ഞങ്ങൾ ദിവികാരുണ്യത്താൽ ഉത്തരം ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി.
യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ. വലിയ നിമിഷത്തിലൂടെ, അനുഗ്രഹ നിമിഷത്തിലൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. യേശുവേ ആരാധന. Praise the Lord. ദാവീദിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് യുദ്ധം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ കർത്താവ് അവന് യുദ്ധം പഠിപ്പിച്ചു. അവൻ്റെ ആട്ടിൻപറ്റങ്ങളിലേക്ക് സിംഹങ്ങളെ പറഞ്ഞു വിട്ടു. അവസാന സിംഹങ്ങളെ തല്ലിക്കൊല്ലേണ്ടത് അവൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമായി. നിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമായിട്ട് പല രീതിയിൽ നീ സങ്കടങ്ങളെയും ക്ലേശങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കർത്താവ് നിന്നെ യുദ്ധം പഠിപ്പിക്കുകയാണെന്നുള്ള ബോധം ദാവീദിനുണ്ടായിരുന്നത് കൊണ്ട് യുദ്ധം പഠിച്ചിട്ടുള്ള ചേട്ടന്മാരെക്കാളും അവൻ വലിയ ധന്യനാണെന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. 1 സാമുവേൽ 17:45 ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഈ കർത്താവിന്റെ നാമത്തില് അതാണ് ഇവിടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് 10 ദിവസം പറയണത്, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ലെന്ന്. ഈ വചനങ്ങളെല്ലാം യോജിച്ചു പോണതാണ്. 3:6 പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ ഇതിൻ്റെ ക്ലെയിം എന്ന് പറയണത് എന്താണ്? ദൈവത്തിൻ്റെ നാമമാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചതെല്ലാം, നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം നമ്മുടെ കപ്പാസിറ്റിയാണ്. അത് തന്നെയാണ് നമ്മുടെ കപ്പാസിറ്റി തന്നെയാണ് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത്. ക്ലെയിം ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് പുലരാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ നീ കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം. ദാവീദിനെപ്പോലെ പറയാൻ കഴിയില്ല ഞാൻ സിംഹങ്ങളെ കൊന്നിട്ടുണ്ടെന്ന് പറയണം. പക്ഷെ ആരാണ് കൊന്നതെന്ന് ദാവീദിനറിയാം, കർത്താവാണത് കൊന്നത്. ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൽ പ്രത്യാശിച്ചു, അതുപോലെ കർത്താവിലെ ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ കാത്തിരുന്നു. ചില കാര്യങ്ങൾ ഇത്തിരി താമസിക്കുകയാണെങ്കിൽ അതിന് ദീർഘക്ഷമ വേണം. എബ്രാഹത്തിന് ദീർഘക്ഷമ ഉണ്ടായെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് ഹെബ്രായർ 6:15 ശ്രുതികടെ കർത്താവേ, ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ദീർഘക്ഷമയും വാഗ്ദാനം പ്രാപിക്കാൻ ആവശ്യമായ സംഭവമാണ്. ചില വിഷയങ്ങൾക്ക് നമുക്ക് ദീർഘക്ഷമ വേണം, ചില വിഷയങ്ങൾക്ക് ദീർഘക്ഷമ വേണം. എന്നുവെച്ചാൽ ദീർഘക്ഷമ പ്രത്യാശയാണ്. അതായത് ആ വിഷയം മച്ചുറായി വരണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും. അപ്പം നമ്മൾ ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വ്യഗ്രത കാണിച്ച് നമ്മുടെ ആധ്യാത്മിക പാപ്പരത്വം കർത്താവിനെ ബോധ്യപ്പെടുത്തി അവസാനം പണി മേടിക്കാതിരിക്കാൻ നോക്കണം. വെയിറ്റ് ചെയ്യുക. കർത്താവ് ഒരാൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. എപ്പോഴായാലും അത് നിറവേറും. എപ്പോഴായാലും അത് അമ്മയുടെ ഒരു ഗുണം അതാണ്, ദീർഘക്ഷമയുണ്ടായിരുന്നു. കർത്താവ് അടിച്ചത കാര്യങ്ങളാണെങ്കിൽ എപ്പോഴായാലും അത് നിറവേറുമെന്ന് അമ്മ വിശ്വസിച്ചു. 1:45 ലൂക്കാ സുവിശേഷത്തിൽ. അതാണ് ദീർഘക്ഷമയെന്ന് പറയണത്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യാശിച്ച് കാത്തിരുന്ന് പ്രാപിക്കേണ്ട വിഷയമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കണ്ട വിശ്വാസം, നമ്മൾ കണ്ട പ്രത്യാശ, നമ്മൾ കണ്ട ദീർഘക്ഷമ, ഇതെല്ലാം ഉടമ്പടി വഴി വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് ആവശ്യമായ മനോഗുണങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, ദീർഘക്ഷമ. ചുതമ്പലായിട്ടിരിക്കുന്ന കൈ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ 2 സുഖപ്പെടുത്തി. പിന്നെ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. അതും വചനപ്രഘോഷത്തിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇതുകൊണ്ട് പല്ലുവേദന എടുക്കുന്ന ഒരു മകളുടെ പല്ല് സുഖമാക്കുന്നെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പല്ലടന്ന് എൻ്റെ കയ്യിൽ വന്ന് വീണു. അത് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് എനിക്ക് ഇന്ന് വരെ പല്ലുവേദന വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കിട്ടിയ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഡിസംബർ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 2022
ഒരു ദിവസം എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര വേദന, തൊണ്ടയടച്ചിരിക്കുക. മാർച്ച് മാസത്തിൽ കിട്ടിയ അനുഗ്രഹം, തൊണ്ടയടച്ചിരിക്കുക. ഞാൻ എല്ലാ ഉടമ്പടി ദാനവും കേൾക്കും, എല്ലാ ചൊവ്വാഴ്ചയും ലൈവ് തന്നെ കേൾക്കും. ലൈവ് കേട്ടിരുന്നപ്പോൾ അച്ഛൻ ഞാൻ ഞായറാഴ്ച തൊട്ടേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ ഇത് രോഗസൗഖ്യ ശുശ്രൂഷയിൽ പറയുവാണെങ്കിൽ എൻ്റെ ഈ രോഗം സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞില്ല. ജൂലൈ 8 എൻ്റെ മകളുടെ കല്യാണവുമാണ്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞായറാഴ്ച തൊട്ടേ തിങ്കളാഴ്ച പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ദിവസം രോഗശാസ്യ ഈ അണ്ണാക്കിനകത്ത് ഇങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ പഴുത്തിരിക്കുമായിരുന്നു. നാക്ക് നിറച്ച് പൂപ്പലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പൊള്ളി ഇരിക്കുമായിരുന്നു നാക്ക് മൊത്തവും. അച്ഛൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, തൊണ്ടെങ്കിൽ സുഖമുള്ള ഒരു മകളെ സുഖപ്പെട്ടുകൊണ്ടിരിക്കുവാണെന്ന്. ആ മകൾ ഞാനാണെന്ന് അന്നേരം വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ടോക്ക് കേട്ടാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഈ മൊബൈലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ്റെ ടോക്കുകളും വിജയ സാറിൻ്റെ പ്രസംഗങ്ങളും എല്ലാം കേട്ടുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കളറ് വേറെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതോണം കളറുള്ളവരെ സുഖപ്പെടുത്തിയെന്ന്. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നാക്കിനകത്ത് നോക്കിയപ്പോൾ എൻ്റെ പൂപ്പലും ഇല്ല, കുമ്പളകളെല്ലാം മാറി. ഞാൻ അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് എൻ്റെ മോനോട് മാത്രം പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് എൻ്റെ മോളോടും മകളോടും ഞാൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിലാണ്. ഞങ്ങൾ ഡൽഹി സഫ്ദർജംഗ് എന്ന ഹോസ്പിറ്റലിൽ എൻ്റെ കൂട്ടുകാർ പോയി രോഗികളെ കാണാനായിട്ട്. രോഗികളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ അവരുടെ അമ്മ ഇരുന്നു കരയുന്നു. അവൾ ചോദിച്ചു, എന്തിനാ അമ്മയെ കരയുന്നത്? അന്നും പറയും, എൻ്റെ മോൻ മരണത്തിൽ അകപ്പെട്ടിരിക്കുക, എൻ്റെ കുഞ്ഞ് മൊത്തം കോമയിലാണ്, തലയിൽ അവന് സർജറി ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. സർജറി ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം ഇവൾ ഉടനെ ഉടമ്പടി ഉപ്പെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ അമ്മ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് നാളെ രാവിലെ ഞങ്ങൾ വരും. രാത്രിയിലായി. ഉടനെ ഉടമ്പടി വിശുദ്ധ തൈലം കൊണ്ടുവന്ന് ആ മകൻ്റെ ശരീരത്തെ മൊത്തവും പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞ് കാലനക്കാൻ തുടങ്ങി. ഉടനെ ആ അപ്പൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പിന്നെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജോസഫ് അച്ഛനോട് ഫോണിൽ സംസാരിപ്പിച്ചു. ഞാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ എല്ലാവർക്കും ഞാൻ ഇതോണം അയച്ചു കൊടുത്ത് ഇതോണം ഓപ്പറേഷൻ ചെയ്യാൻ ഒത്തിരി പൈസ വേണമെന്നല്ല, എല്ലാവരും ഈ വാട്സപ്പിൽ എല്ലാവരും അയച്ചു. ഇവരുടെ നമ്പർ ഞങ്ങൾക്ക് ഗൂഗിൾ പേ തന്നായിരുന്നു. അങ്ങനെ എല്ലാവരും അവർക്ക് പൈസ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ തണുപ്പ് സമയത്ത് പാല്, പഞ്ചസാര, തേയിലയൊക്കെ ഇങ്ങനെ വഴിയേറി കിടക്കുന്നവർക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്യും. അത് അങ്ങനെ ഒത്തിരി പ്രവർത്തികൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ക്യാൻസർ ആശുപത്രിയിൽ പോയി കാണും. കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾ പിന്നെ അവിടെ കിടക്കുന്നത് ആശുപത്രിയിൽ. അങ്ങനെ അവരെ പോയി കാണി, അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യും. പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 8 മണി തൊട്ട് 8 മണി വരെ, രാവിലെ 8 മണി തൊട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ 9, 9:30, 10 മണി. ഞാൻ അവിടെ ഒരു രോഗിയുടെ കാല് പോയി ഡ്രസ്സിങ് ചെയ്ത് 10, 10:30 ആയിട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. 12, 12:30 കിടന്നാലും ഞാൻ എണ്ണിച്ച് രാവിലെ പോയി 5:30, 6 മണിക്ക് എണ്ണിച്ചിട്ട് എല്ലാം ചെയ്തിട്ട് പിന്നെ 7 മണിക്ക് ഞാൻ പള്ളിയിൽ പോവും. പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് 8 മണിക്ക് വീട്ടിൽ ചെല്ലും. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഒത്തിരി ദൈവത്തിൽ അടുക്കാനും എൻ്റെ അമ്മ മാതാവിനോട് ഒത്തിരി അടുക്കുവാനും തന്നു. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ കൃപാസനത്തിൻ്റെ മണ്ണിൽ നിന്ന് 2ാമത്തെ തവണയാണ് എനിക്കും എൻ്റെ മകനും സാക്ഷ്യം പറയാൻ സാധിക്കുന്നത്. അതിന് ഈശോയ്ക്ക് 1000 നന്ദി. 2019 എൻ്റെ ഹസ്ബൻഡ് എടുത്ത ഉടമ്പടി ഞാൻ തന്നെയാണ് പാലിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെയില്ല. എൻ്റെ ഹസ്ബൻഡ് 2021 ഡിസംബർ 2-ാം തീയതി ഞങ്ങളെ വിട്ട് സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. ആ ഒരു സമയം മുഴുവൻ എനിക്കും എൻ്റെ മക്കൾക്കും നിൽക്കാൻ പറ്റിയത് എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കരം പിടിച്ചതുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ നമ്മൾ പതിയെ യേശുവിലേക്ക് നടന്നു വരുന്നത്.
പരിസ്ഥമ്മയോട് ചേർന്ന് ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച, ഇതെല്ലാമാണ് ഈ കൃപാസനം മണ്ണിൽ കാലുകുത്തിയതുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും നേടാൻ സാധിച്ചത്. അത് വലിയൊരു ഈശോ ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ വലിയൊരു തെളിവായിട്ട് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ പ്രോഗ്രഷനായി 2021 ഒക്ടോബർ 25 അപ്പോളോയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുൻപ് റാസൽ ഖൈമ ചർച്ചിൽ വെച്ച് ഞങ്ങൾക്ക് അവിടുത്തെ ചർച്ചിൽ ഒരു മാതാവിൻ്റെ രൂപമുള്ള ഒരു സ്ത്രീ വന്ന് ഞങ്ങളുടെ കയ്യിൽ 3 സാധനം തന്നു. ഒന്ന് ഒരു മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ കീ ചെയിൻ, ഒന്ന് ബൈബിളിൻ്റെ കീ ചെയിൻ, ഒന്ന് കുരിശിൻ്റെ കീ ചെയിൻ. ഞങ്ങൾ പേര് ചോദിച്ചപ്പം ദീപ എന്ന് പറഞ്ഞു. ചേച്ചി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അത് കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് കുരിശുകളെയും നേരിടാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീങ്ങാൻ എനിക്കും എൻ്റെ മക്കൾക്കും പറ്റി. ആ 3 സാധനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ എൻ്റെ മൂത്ത മോൻ ദുബായിൽ ഡിഗ്രി ചെയ്യുമായിരുന്നു. അപ്പോൾ അവന് 3 വർഷവും ഫുൾ സ്കോളർഷിപ്പ് വേണമെന്ന് 2019 ഉടമ്പടിയിൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അസിൻസിന് മാത്രമാണ് 3rd ഇയറിൽ അവിടെ സ്കോളർഷിപ്പ് കിട്ടിയത്. ഡിഗ്രി കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ്, എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസ് സെലക്ഷനിലൂടെ ഓഡിറ്ററായിട്ട് ജോലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ എൻ്റെ മോൻ 10th എക്സാം എഴുതിയപ്പോഴും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ജോയലിൻ്റെ ആ ഒരു ഉഴപ്പിന് ആക്ച്വലി 82% CBSEയിൽ കിട്ടാനൊന്നും അവൻ പഠിച്ചില്ലായിരുന്നു. പക്ഷെ അവന് തന്നെ അറിയാം പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം വഴിയാണ് അവനത് ലഭിച്ചതെന്നും ആ എക്സാമിന് ഓരോ ദിവസവും ജോയലിൻ്റെ എക്സാമിന് പോകുന്ന സമയങ്ങളിൽ ജോയൽ എക്സാം ഹോളിലേക്ക് കയറിയിട്ട് ഞാൻ ഇറങ്ങുന്ന ഉടനെ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരും. കൃപാസനത്തിൽ ഉപ്പുണ്ടോ, കൃപാസനത്തിൽ തൈലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പ്രോഗ്രഷനായിട്ട് 2021 അപ്പോളോയിലായിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ജീവനോടെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല, അപ്പം നമുക്ക് വെൻറ്റിലേറ്ററിലാക്കാം എന്ന് പറഞ്ഞു. അന്ന് രാത്രി വളരെയധികം ദുഃഖത്തോടെ എൻ്റെ ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിനെ ജീവനോടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണമെന്നായിരുന്നു. ജീവനോടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചാലും ഞാനത് സഹിക്കാൻ തയ്യാറായിരുന്നു. പരിശുദ്ധ അമ്മ എന്നെ അതിനെ മാനസികമായിട്ട് ഒരുക്കിയിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവെ കളിക്കരുത്, എനിക്ക് ജീവനോടെ മാൽക്കത്തിനെ എൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോകണം, നീ അത് നടത്തി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെഡിൽ നിന്നത് ഒരു പ്രൊട്ടസ്റ്റൻ്റ് കുട്ടിയാണ്. ആ കുട്ടി ബ്രേക്കിന് പോയ സമയത്ത് ഒരു ഡോക്ടർ അവിടെ വന്നിട്ട്, കൊറോണ ടൈം ആയതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, അപ്പം മാസ്കിൻ്റെ താഴെ കൂടെ താടി ഇങ്ങനെ കിടപ്പുണ്ട്. ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു കം വിത്ത് മീ. 2 പേഷ്യൻറ്റിനെ എനിക്ക് കാണിച്ചു തന്നു. അതിലൊരാൾ ഒരു യങ് ഏജിലുള്ള, അയാൾ വെൻറ്റിലേറ്ററിലാണ്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇദ്ദേഹത്തെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് വെൻറ്റിലേറ്ററിൽ ഇട്ടിരിക്കുക, ഹീസ് റിവേഴ്സിബിൾ. മറ്റേ ആളൊരു വയസ്സ് എന്നതാണ്, അയാളെ വെറുതെ വെൻറ്റിലേറ്ററിൽ ഇട്ടിരിക്കുക, ഹീസ് ഇറിവേഴ്സിബിൾ. അപ്പോൾ എനിക്കും, ഞാനൊരു നേഴ്സിംഗ് പഠിച്ചതാണെങ്കിലും എനിക്ക് അന്നേരം ഒന്നും ഓർമ്മ വന്നില്ല. ഞാൻ ചോദിച്ചു എന്ന് വെച്ചാൽ എന്തുവാണെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാൽക്കത്തിനെയും വെൻറ്റിലേറ്ററിലിട്ടാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നാളെ സൈൻ ഇട്ട് കൊടുക്കരുത്. പിറ്റേന്ന് രാവിലെ അവിടുത്തെ സീനിയർ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ സഹിച്ചു, മാൽക്കത്തിനെ വെൻറ്റിലേറ്ററിൽ ഇടാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ ഡോക്ടർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ചെക്ക് ചെയ്തപ്പം ചെസ്റ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് CCUൻ്റെ പുറത്തേക്കാക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ ആക്കിക്കോ, ഞാൻ എവിടെയും സൈനിട്ട് തരാം. CCUൻ്റെ പുറത്താക്കി കഴിഞ്ഞപ്പം വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, വേഗം വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് 15-16 ദിവസത്തിന് ശേഷമാണ് പിന്നെ ഈശോയുടെ പക്കലേക്ക് മാൽക്കം പോയത്. അതേപോലെ ഞാനിവിടെ സാക്ഷ്യത്തിൽ എഴുതി കൊടുക്കാത്തൊരു കാര്യം, ഞാനിവിടെ 2022 വന്ന് ഉടമ്പടി വെച്ചപ്പം മാൽക്കം
സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഇരിക്കുന്നു എന്നെനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ എൻ്റെ ഒരു നിയോഗമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മാൽക്കത്തിൻ്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന സമയത്ത് കൊല്ലം പിതാവിനെ വിളിക്കാനായിട്ട്, പിതാവൻ മാൽക്കത്തിന് പരിചയമുള്ളത് കൊണ്ട് പിതാവിനെ വിളിക്കാൻ ഞാൻ പറയാതെ തന്നെ എൻ്റെ മോൻ പോയി. ഈ ഇളയാൾ, അവന് 15 വയസ്സേ അന്നേരം ഉള്ളൂ. അവൻ പോയിട്ട് പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പപ്പ പിതാവിനെ വന്ന് കാണാനിരുന്നതാ, പിതാവ് അപ്പം ഈ മാസിന് വരണമെന്ന്. അപ്പം പിതാവ് ഡേറ്റ് ചോദിച്ചിട്ട് ഡിസംബർ 3 ഫസ്റ്റ് സാറ്റർഡേ ആയിരുന്നു മാസ് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പം പിതാവ് പറഞ്ഞു, അന്ന് എനിക്ക് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിന് വേറൊരു പള്ളിയിൽ പോകണം, ഫ്രൈഡേയിലേക്ക് മാറ്റിയാൽ എനിക്ക് വരാൻ പറ്റും, മാറ്റാൻ പറ്റുമെന്ന് തിരക്കിയിട്ട് എന്നെ അറിയിക്കാൻ. അങ്ങനെ ഫസ്റ്റ് ഫ്രൈഡേ അതിനുവേണ്ടി മാൽക്കം സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച് കുർബാന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്ത് പോകാം. അപ്പോൾ എനിക്ക് പോകാനല്ല, എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ പള്ളിയിലപ്പം കുമ്പസാരം നിർത്തി വെച്ചിരിക്കുമായിരുന്നു കൊറോണയായിട്ട്. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം, കൊറോണ ആയാലും എന്തായാലും എനിക്ക് കുമ്പസാരിക്കണം. അന്ന് മുതൽ 9 ആഴ്ച ഞാൻ കുമ്പസാരിച്ച് കുർബാന എടുത്തു. 1 വർഷം മുഴുവൻ മാൽക്കത്തിന് വേണ്ടി കുർബാന ചൊല്ലുമായിരുന്നു എന്നും. ആ ആണ്ട് ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയുടെ ദിവസം രാവിലെ ഞാനിവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കാൻ നേരവും എൻ്റെ സൈഡിൽ നിന്നൊരു സ്വരം, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്വർഗത്തിലാണെന്ന് കാണിക്കണം, ഫസ്റ്റ് ഫ്രൈഡേ ആണെന്ന്, നിങ്ങൾ മാസ് വെച്ചിരുന്നത് ഫസ്റ്റ് സാറ്റർഡേ അല്ലേ, അപ്പോൾ ഇതൊരു തെളിവായിട്ട് എടുത്താൽ മതിയെന്ന്. ഇപ്പം ഇന്നലെയും ഞാൻ ഇവിടെ വരാൻ ഒരുങ്ങിയിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അക്രൈസ്തവയായ ഒരു കുട്ടി ഐശ്വര്യ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്ന ഉടനെ ഞാൻ ഈ സൈഡിലിരുന്നിട്ട് ആദ്യം നോക്കുന്നത് ചേട്ടൻ്റെ ഫോട്ടോയിലേക്കാണ്, ചേട്ടൻ സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം. ആ കുട്ടി എന്തിനാ അത് അന്നേരം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന്, ഞാനത് എഴുതിയിട്ടുമില്ല സിസ്റ്ററിൻ്റെ കൊടുത്ത സാക്ഷ്യത്തിൽ. പക്ഷെ ഇപ്പം ഇവിടെ നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ പെട്ടെന്ന് ഐശ്വര്യ വന്ന് നിന്നു. അപ്പോൾ എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കതിൽ നിന്നിപ്പം തോന്നുന്നത് ഉടമ്പടി വഴി അച്ഛൻ പറയാറുണ്ടല്ലോ അസാധ്യ കാര്യങ്ങൾ സാധിക്കാനാണ് ഉടമ്പടി എന്ന്. അത് തീർച്ചയായിട്ടും സത്യമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാൽക്കം സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയുടെ മടിയിലിരിക്കുവാണെന്ന്. എൻ്റെ മോന് ജോലി കിട്ടിയത്, പിന്നെ ഞങ്ങൾ വീട് വെക്കുന്നത് എവിടെ ആയിരിക്കണമെന്ന് കാണിച്ചു തരണം എന്ന് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വീട് വെക്കാൻ, അത് പരിശുദ്ധ അമ്മ ഞങ്ങൾ ആ വീടിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ഇപ്പം ഞങ്ങൾ ആ വീട് റിനോവേറ്റ് ചെയ്ത് എൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. അവിടെ തന്നെയാണ് ഇപ്പം ആ ഡോറ്, മാതാവിനെ എവിടെയാണോ കണ്ട അവിടെയാണ് മേളത്തെ മെയിൻ ഡോറ്. അവിടെ മാതാവിനെ ഡോർ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഏറ്റവും പേടി കാറ് ഡ്രൈവ് ചെയ്യുന്നതായിരുന്നു. അപ്പം ഞാൻ വഴി എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഡ്രൈവിംഗ് പേടിയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഇവിടെ ഓൺലൈൻ പ്രെയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ടപ്പം ഞാൻ ഇവിടുത്തെ ഒരു കീ ചെയിൻ കൊണ്ട് കൊടുത്തപ്പോഴാണ് ആ കുട്ടിക്ക് ഭയങ്കര ധൈര്യം വന്നത്. അപ്പോൾ എനിക്കും, ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കും ആരെങ്കിലും കീ ചെയിൻ കൊണ്ടുവന്നാലേ എനിക്ക് കാർ ഓടിക്കാൻ പറ്റൂ, നീ ആരെങ്കിലും വഴി എനിക്കൊരു കീ ചെയിൻ എത്തിച്ചു തരണേന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് കാറൊക്കെ അതൊന്നും ഇല്ലാതെ തന്നെ ബുക്ക് ചെയ്തു. പക്ഷെ കാറ് വരുന്നതിന് 2 ദിവസം മുമ്പ് ഈ 2 കീ ചെയിൻ എൻ്റെ ഒരു അക്രൈസ്തവയായ സുഹൃത്ത് കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതൊന്നും. ഞാനപ്പോൾ അവളോട് ചോദിച്ചു, നീ എന്തിനാ എനിക്ക് കീ ചെയിൻ കൊണ്ടുവന്നേ? അപ്പോൾ അവൾ പറഞ്ഞു, അവൾ തലയിലിടുന്ന ക്ലിപ്പ് വാങ്ങാൻ കയറിയപ്പം ഇതിരിക്കുന്ന കണ്ടപ്പം ഞാൻ നിന്നെ ഓർത്തു. അങ്ങനെ ഈ കീ ചെയിൻ്റെ ബലത്തിലാണ് ഡ്രൈവിങ്ങിൽ ഒരു പരിചയമില്ലാത്ത ഞാൻ വണ്ടി ഓടിക്കുന്നത് ഇപ്പം. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തി ഒരുപാട്, ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും അക്രൈസ്തവരാണ്. എനിക്കൊരു ഫിനാൻസ് ഉണ്ട്. അവിടെ ആ കടയിൽ ടേബിളിൻ്റെ പുറകിലായിട്ട് കൃപാസനമ്മയുടെ വലിയൊരു പിക്ചർ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലൊന്നും ഇല്ല, ഓൺലൈനിൽ നിന്ന് എന്തോ എടുത്തിട്ടാണ് ഫ്രണ്ട് ബെറ്റി കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ഏത് മാതാവാന്ന് ചോദിച്ചാൽ അവർ അമ്പലത്തിൽ കയറുന്ന കണക്കാണ് അങ്ങോട്ട്
കയറി വരുന്നതും തൊഴുന്നതും. അപ്പോൾ എവിടുത്തെ പ്രാർത്ഥനയുണ്ടോ, കാശ് രൂപമുണ്ടോ? ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഒരുപാട് കാശ് രൂപവും പത്രവും ഉപ്പും എല്ലാം. ഇപ്പം എല്ലാവരും അവിടെ വരുന്നത് പണയം വെക്കാനല്ല, സത്യത്തിൽ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതേപോലെ ഒരു കൊന്ത അനേക ജപമാലകൾ, ഞാൻ ചൊല്ലിയ ഒരു ജപമാല എൻ്റെ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഞാനിങ്ങനെ വെച്ചിരുന്നു. ഒരു ദിവസം ഒരു അക്രൈസ്തവൻ, ആ പുള്ളി എപ്പോഴും വന്ന് കൃപാസനത്തിൽ ഉപ്പൊക്കെ വാങ്ങിച്ചിട്ട് പോകും. പുള്ളി അവിടെ വന്നിട്ട് എനിക്കൊരു കൊന്ത തരുമോയെന്ന് ചോദിച്ചു. ഞാൻ തരാമെന്ന് പറഞ്ഞു. പേരൊക്കെ എഴുതി ഇങ്ങനെ സ്വർണ്ണം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഇതെടുത്ത് കൈ പിടിച്ചു. അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. വൈകിട്ട് ഈ കൊന്ത അവിടെ ഇല്ലാതെ കടയടയ്ക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ആ വൈകിട്ട് നോക്കിയപ്പം ജപമാല അവിടെ കാണുന്നില്ല. ഞങ്ങൾ പിന്നെ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഈ പുള്ളി അത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. രാത്രി ഞാൻ ആ പുള്ളിയെ വിളിച്ചു, എനിക്ക് ആ ജപമാലയും കൊണ്ടുവരണം, അത് എൻ്റെ ജപമാലയാ, വേറെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞത്, അയ്യോ സിസ്റ്ററെ, ആ കൊന്തയാണ് ഇന്ന് എന്നെ രക്ഷിച്ചത് വലിയൊരു അപകടത്തിൽ നിന്ന്. പുള്ളിയുടെ മോൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് ബൈപ്പാസ് വഴി പോയപ്പം അവരുടെ തൊട്ട് മുന്നത്തെ കാറും എല്ലാം കൂടി ഇടിച്ച് ആ കുട്ടി സ്റ്റിയറിങ് വിട്ടു. വലിയൊരു അപകടത്തിൽ നിന്ന് അത് രക്ഷപ്പെട്ടത് ഈ ജപമാല ഉള്ളത് കൊണ്ടാണെന്ന് അക്രൈസ്തവനായ ആ സഹോദരനും കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. അനേകം അക്രൈസ്തവരെ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ മഹാപാപികളായ എനിക്കും എൻ്റെ മക്കൾക്കും പറ്റി. കൃപാസനത്തിൻ്റെ മണ്ണിൽ ചവിട്ടിയത് കൊണ്ട് എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നുന്നത്, ഇപ്പം അവന് 23 വയസ്സുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഈ രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പം എപ്പോഴും അവൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് എൻ്റെ പപ്പയ്ക്ക് ഇതിലും ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കൊന്നും ഈ കുഴപ്പമില്ലല്ലോ എന്നായിരുന്നു. അങ്ങനെ ഞാൻ അവനെ, എനിക്ക് കൊടുക്കാനൊരു ഉത്തരവില്ല. എത്ര പറഞ്ഞിട്ട് എൻ്റെ മോൻ അതിപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവൻ്റെ വിശ്വാസം പോകരുത്. അവൻ തിരിച്ച് ദുബായി പോകുമ്പം ഈശോയിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ അവൻ വഴിതെറ്റിപ്പോകും. അപ്പം ഞാൻ തന്നെ അമ്മയെടുത്ത് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മക്കളുടെ വിശ്വാസം കളയുന്ന കണക്ക് നീ അവരെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരെയും എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലിരിക്കുന്ന സമയം, മരണം കാത്തിരിക്കുന്ന സമയം, ഞാൻ എൻ്റെ 2 മക്കളെയും വേറൊരു ചേട്ടൻ്റെ കൂടെ ഇവിടെ വിട്ടു. ഇവിടെ ഹരിപ്പാട് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ അമ്മയെടുത്ത് വന്ന് ചോദിക്കില്ല എന്തുകൊണ്ട് പപ്പാന്ന്. പക്ഷെ അവൻ ഉത്തരം പറഞ്ഞത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ അപ്പോളയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് ദുബായിൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ 3 പേര് പ്രാർത്ഥിക്കാൻ വന്നപ്പം അന്ന് എൻ്റെ മോനൊരു വിഷൻ കണ്ടു. ഒരു വെള്ളി പാത്രത്തിൽ 3 വെള്ളി കളർ മീനുകൾ ഇരിക്കുന്നു, മണ്ണ് പറ്റി. അതിലേക്ക് ആരോ വെള്ളം ഒഴിക്കുന്നു, ആ 3 മീനും ക്ലീൻ ആകുന്നു. അപ്പം അതേ വിഷൻ അവൻ ഈ ഹരിപ്പാട് കഴിഞ്ഞപ്പം കാണുകയും അവനങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിലാണ് അവൻ കണ്ടത്. അതോടൊപ്പം സൈഡിൽ നിന്നൊരു സ്ത്രീയുടെ സ്വരവും കേട്ടു, നിന്റെ പപ്പയുടെ വേദനയാണ് നിങ്ങളെ 3 പേരെയും വിശദീകരിക്കുന്നതെന്ന്. ഇന്ന് എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ക്യാൻഡിൽ സ്റ്റാൻഡാണ്. അപ്പം അതിൽ ഞങ്ങൾ 3 പേരുമാണല്ലോ. അപ്പം ഞങ്ങളിൽ ഇച്ചിരിയെങ്കിലും ദൈവമേ നിന്റെ പ്രകാശം പരത്തി മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും മക്കൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ നിയോഗം ഇത് മാത്രമല്ല, പറയാൻ ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോ നിമിഷവും ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഓരോ നിമിഷവും അനുഭവിക്കാൻ കഴിയുന്നു. ഈ കൃപാസനത്തിൽ കാലൂത്തിയതിന് ശേഷമാണ് അരമണിക്കൂർ ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങിയത്, ദൈവവചനം പറയുന്നതിലൂടെ ബലപ്പെടാൻ തുടങ്ങിയത്. ഞാനും എൻ്റെ മക്കളും ഈശോയുടെ സ്നേഹം ആവോളം നുകർന്ന് ഇന്നും സന്തോഷത്തോടെ ഇരിക്കുന്നു. കൂടെ ഞങ്ങൾ